ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ പിന്നെ യാത്രയിലാണ് കേട്ടോ. ഇന്ന് മക്കൾക്ക് ഇവിടെ കന്നഡ ജയന്തി എന്ന് പറഞ്ഞുകൊണ്ട് ലീവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷിവമൊഗ്ഗ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. എൻ്റെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഡോക്ടർ വരാൻ പറഞ്ഞു. നാളെ ഡോക്ടർ എന്തോ ബിസിയാണ്, അതുകൊണ്ട് ഇന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് അപ്പോയിൻമെൻറ്റ് രാത്രി 8 മണിക്കാണ്. ഞങ്ങൾ ഗാർഡ് സെക്ഷനിൽ കൂടി ആട്ടോ പോകുന്നത്. ഇങ്ങനെ വളവും തിരിവുള്ള റോട്ടിൽ കൂടെ ഞങ്ങളോട് പോകാൻ പറഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയാണ്. എന്നാൽ സ്ട്രെയിറ്റ് റൂട്ടിലേക്ക് ഞങ്ങളോട് പറയാം ദുബായ് വരെ നിങ്ങൾ ബസ്സിന് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിച്ച് പൊളിച്ച് പോകും. എത്ര ദിവസം വേണമെങ്കിലും ട്രാവൽ ചെയ്യും. പക്ഷേ ഇങ്ങനെ ഈ വളവും വളവ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവസ്ഥ കണ്ടില്ല. ഇവിടെ കിടന്ന് കാണിക്കുന്നേ, ഉറങ്ങണോ നിൽക്കണോ കള്ളു കുടിച്ചോ 90 അടിച്ച രീതിയാണ്. അവസാനം ആൾ കറങ്ങി ഇതാ അവിടെ ഫ്ലാറ്റായിട്ടോ. ചേട്ടൻ്റെ മടിയിൽ തലയും എൻ്റെ മടിയിലേക്ക് കാലും കയറ്റി വെച്ച് ഫ്ലാറ്റായി. ചേട്ടനും എന്താ കിറങ്ങി ടപ്പായേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവരുടെ കിറക്കെല്ലാം നോക്കി ഞാൻ ഇറങ്ങിപ്പോയി. അന്നേരത്തേനും അവരേറ്റിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മയ്ക്ക് ഇറങ്ങിയത് ഫോട്ടോ എടുക്കണ്ടേ, ഞങ്ങൾ ഇറങ്ങിയത് എടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ അതും കൂടെ ഫോട്ടോ എടുത്ത്. എൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഞങ്ങൾ ഈ റോഡ് ഞങ്ങൾക്ക് പറ്റത്തില്ല കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ കിറങ്ങിയതാ ഈ ഗാർഡ് സെക്ഷൻ വളവെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ ഈ ചുരം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള സന്തോഷം. ഗാർഡ് സെക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നില്ല. ചുരത്തിനാണ് ഞങ്ങൾ ഗാർഡ് സെക്ഷൻ ഇവിടെ അടിച്ചു പൊളിച്ചുള്ള ഡാൻസാണ് ബസ്സിലിരുന്നത്. എന്നുവെച്ചാൽ ഗാർഡ് സെക്ഷൻ കഴിഞ്ഞു അമ്മ, ഞങ്ങൾ രക്ഷപ്പെട്ടേ. ഇതൊക്കെയാണ് തകർത്ത് മറിഞ്ഞ്. എന്തായാലും അങ്ങനെ ഞങ്ങൾ അവസാനം ഞങ്ങൾ ഷിവമൊഗ്ഗ ടൗണിലെത്തിയിട്ടോ. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഞങ്ങൾ ഗവൺമെൻറ് വണ്ടിക്കായിരുന്നു പോയിരുന്നത്. ഇവിടെ നമുക്ക് പിന്നെ ഫ്രീ ആണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു സ്വീറ്റ്സ് കടയിൽ കയറി. ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വന്ന് സ്റ്റേ ആയിട്ട്. അപ്പോൾ രാത്രി 8:30 എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. നാളെയും ഞങ്ങൾ തിരിച്ചു പോകത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവൾക്കൊരു സർപ്രൈസായിട്ട് ഒരു കേക്കൊക്കെ കട്ട് ചെയ്യിക്കാന്നൊക്കെ ഓർത്തുകൊണ്ട് ആ ഒരു പന്ന ബേക്കറി ചെന്നാണ് കയറിപ്പെട്ടത്. അവിടെ നിന്നൊരു കേക്ക് എടുത്തു. ആ കേക്കായിരുന്നു ഞാൻ എടുത്തത്. പുള്ളിക്ക് സ്പെല്ലിങ് പോലും അറിയത്തില്ലായിരുന്നു. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. കൺഗ്രാജുലേഷൻസ് ഡിയേഴ്സ് എന്ന് എഴുതാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുള്ളിക്കാരൻ എന്തായാലും അതിനെ അടിച്ച് പൊളിച്ച് കൊളാക്കി. അങ്ങനെ ഇവിടുത്തെ ഫേമസ് സ്വീറ്റാണ് ചമ്പക്കലി. കുറേ നാളെ ഞാൻ കഴിച്ചത്. പിന്നെ അതും വാങ്ങിച്ച് ഞങ്ങൾ ഹോട്ടലിൽ കയറി പോകുന്നു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു ബസ് സ്റ്റാൻഡ് അവിടെ ഹസ്ബൻഡിനെ വിടാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് റൂട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഓട്ടോയ്ക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും അവൾക്ക് ഇച്ചിരി മധുരം കൊടുക്കണ്ടേ. അങ്ങനെ അവളുടെ വായിലേക്ക് ഇച്ചിരി സ്വീറ്റ്സ് വെച്ച് കൊടുക്കുവാണ്. അപ്പം ഞാൻ മോനോട് പറഞ്ഞു ഇതിന് കാരണക്കാരനായ ചേട്ടനും കൊടുക്കണ്ടേടാ, അതും കൂടെ നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളിക്കും കൊടുത്തു. പിന്നെ ഇവർക്കൊരു മോളാണ് കേട്ടോ ഉള്ളത്, അവൾക്കും പിന്നെ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാരിയുടെ ഒപ്പമുള്ള ഇന്നത്തെ നൈറ്റാണ്. അടുത്ത വീഡിയോയിൽ കാണാം.